പുലർച്ചെ 6 മണിയോടെയായിരുന്നു അപകടം. വേളാങ്കണ്ണിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന യൂണിവേഴ്സൽ ബസ്സാണ് തിരുനെൽവേലിയിലെ വള്ളിയൂരിന് സമീപം അപകടത്തിൽപ്പെട്ടത്. അമിത വേഗതയിൽ വന്ന ബസ് റോഡിലെ ഡിവൈഡറിൽ തട്ടി മറിയുകയായിരുന്നു. അപകടത്തിൽപ്പെട്ടവരെ നാഗർകോവിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെത്തിച്ചു. ഉറക്കത്തിലായിരുന്നു എല്ലാവരും. തിരിച്ചു വരുമ്പോഴാണ്, വേളാങ്കണ്ണിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഈ സംഭവം നടന്നത്. ഉറക്കത്തിന് മുമ്പേ ഇത്തിരി സ്പീഡായിരുന്നു. പിന്നീട് അറിയത്തില്ല എങ്ങനെ വന്നതാണെന്ന്. എല്ലാവരും ഉറക്കമല്ലേ. 9 പേരും ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ മരിച്ചിരുന്നു. കൊല്ലം മൂതാക്കര സ്വദേശി മേരി ലിസ, 2.5 വയസ്സുകാരനായ മകൻ ആൽറോ, തിരുവനന്തപുരം പൂവാർ സ്വദേശി സുജി, വലിയതുറ സ്വദേശികളായ ആൻസി, വിനോദ് ദമ്പതികളാണ് മരിച്ച മലയാളികൾ. മരിച്ച ജിമ്മി, എഡ്വിൻ മൈക്കിൾ എന്നിവർ കന്യാകുമാരി സ്വദേശികളാണ്. ഗുജറാത്തിലെ ഗാന്ധിനഗർ സ്വദേശികളായ അഞ്ജലി, ആംഗ്ലോ എന്നിവരുടെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മറ്റുള്ളവരെല്ലാം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. 10 പേർ മരിച്ചെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തുവന്ന വാർത്തകൾ. ഒരു മൃതദേഹം ഛിന്നഭിന്നമായതിനാലാണ് ഈ ആശയക്കുഴപ്പമുണ്ടായത്. അതിൽ 3 ബോഡി വളരെ വികൃതമായ അവസ്ഥയിലായിരുന്നു, വളരെയധികം ഡൈലാപ്പറേറ്റഡ് കണ്ടീഷനിലായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി എടുത്തപ്പോഴാണ് ഒരു ബോഡി തന്നെ 2 കഷ്ണങ്ങളായിട്ട് 2ആയിട്ട് കണക്ക് കൂട്ടാൻ തെറ്റായി കണക്ക് കൂട്ടിയിരുന്നു. അത്രയ്ക്ക് വികൃതമായ അവസ്ഥയിലായിരുന്നു ആ ബോഡി. മരിച്ച ലിസയുടെ മൂത്ത മകൻ ആരോണിനെ വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം കിംസിലേക്ക് കൊണ്ടുപോയി. വേളാങ്കണ്ണിയിലേക്കുള്ള തീർത്ഥാടന യാത്ര ദുരന്തയാത്രയായി. നാഗർകോവിൽ മെഡിക്കൽ കോളേജ് പരിസരത്തു നിന്നും ക്യാമറ പേഴ്സൺ മനോജ് PL-നൊപ്പം മുഹാജിർ, മീഡിയ 1.